ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ എപ്പിസോഡിൽ ശാരികയുടെ സങ്കടം കണ്ട് ഗാർഗി ആന്റി ശാരികയെ സമാധാനപ്പെടുത്തുകയാണ്. മോളെ, ഈ സമയത്ത് ഒന്ന് താലോലിക്കാനോ അവളെ ഒന്ന് മാറോട് ചേർക്കാനോ ആരെങ്കിലും അവൾക്കരികിൽ ഉണ്ടായാൽ മതിയായിരുന്നുവെന്നും, ഈ പ്രായത്തിൽ ഒരമ്മയുടെ ചൂടും കരുതലുമൊക്കെ അനുഭവിക്കേണ്ടതല്ലേ എന്ന് ചോദിച്ച് സങ്കടപ്പെടുന്ന ശാരികയോട് ഗാർഗി ആന്റി പറഞ്ഞു, മോളെ നീ വിഷമിക്കാതെ. 5 വയസ്സ് വരെ കുഞ്ഞുങ്ങൾ വളരുന്നത് ദൈവത്തിന്റെ പൂന്തോട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈശ്വരന്റെ കരുതലും കാവലും ഉണ്ടാവും കുഞ്ഞിന്. നീ അതോർത്ത് വിഷമിക്കണ്ട. നിന്റെ ഈ സങ്കടം മാറും. നിന്റെ അരികിലേക്ക് നിന്റെ കുഞ്ഞിനെ അവർ എത്തിക്കും. അതോർത്ത് നീ സങ്കടപ്പെടണ്ട എന്ന് ഗാർഗി ആന്റി ശാരികയെ സമാധാനപ്പെടുത്തുന്നു. അപ്പോഴാണ് ശാലിനി തന്റെ ചേച്ചിയെയും ചേച്ചിയുടെ കുഞ്ഞിനെയും കാണാതായതിന്റെ പേരിൽ ഇത്രയും നാളായിട്ടും ഒരു രീതിയിലും അതിൽ നിന്ന് ഒരു തുമ്പ് പോലും കണ്ടെത്താൻ കഴിയാത്തതിന്റെ പേരിൽ റസാഖിനെ വിളിച്ച് ചോദ്യം ചെയ്യുകയാണ് ശാലിനി. എനിക്ക് വ്യക്തമായ മറുപടി നൽകണമെന്നും, എത്ര നാളുകളായി എന്റെ ചേച്ചിയെയും ചേച്ചിയുടെ കുഞ്ഞിനെയും കുറിച്ച് അന്വേഷണം ആരംഭിച്ചിട്ട് ബാക്കി എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്ന എനിക്ക് എന്റെ കുടുംബത്തിൽ ഈ പ്രശ്നത്തിന് മാത്രം എന്തുകൊണ്ട് പരിഹാരം കാണാൻ സാധിക്കുന്നില്ല എന്ന് ചോദിച്ച് ശാലിനി റസാഖിന് നേരെ ദേഷ്യപ്പെടുന്നു. തങ്ങൾ ആവുന്ന വിധത്തിൽ അന്വേഷണം നടത്തുന്നുണ്ടെന്നും, ഒരുപക്ഷെ കുഞ്ഞിനെ തേടി ചേച്ചി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോയിട്ടുണ്ടാകാൻ സാധ്യതയുണ്ടോ എന്ന് പോലും ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ടെന്നും, ഇനി അതല്ല കുഞ്ഞിനെ കാണാത്തതിന്റെ പേരിൽ പല രീതിയിലുള്ള ആത്മഹത്യാ പ്രവണതകൾ കാണിച്ചിട്ടുള്ള ആളല്ലേ മുൻപും. അതുകൊണ്ട് തന്നെ അങ്ങനെ ഇനി എന്തെങ്കിലും ആ രീതിയിൽ എന്തെങ്കിലും ഒരു ചിന്ത മനസ്സിലൂടെ കടന്നു പോയിട്ടുണ്ടോ എന്ന് പോലും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ന് റസാഖ് അറിയിക്കുമ്പോൾ, അങ്ങനെ ഒരു കാരണവശാലും തന്റെ ചേച്ചി ചെയ്യാൻ ഇനി സാധ്യതയില്ല എന്ന് ശാലിനി അറിയിച്ചു. കാരണം ഇങ്ങനെ ഒരു അവസ്ഥ, അതും ഒരു വട്ടം ആത്മഹത്യ ചെയ്യാനായി ശ്രമിച്ചിട്ട് അതിൽ നിന്ന് രക്ഷപ്പെട്ട് തിരിച്ചു വന്ന് അതിന്റെ പിന്നീടുള്ള തിക്താനുഭവങ്ങളെല്ലാം അനുഭവിച്ച് രക്ഷപ്പെട്ട് വന്നിരിക്കുന്ന ഒരാൾ ഒരു കാരണവശാലും വീണ്ടും ആ ഒരു തെറ്റിലേക്ക് വഴുതി പോവുകയില്ല. അത് തനിക്ക് ഉറപ്പാണെന്ന് ശാലിനി അറിയിച്ചു. അതുകൊണ്ട് എത്രയും വേഗം ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ തനിക്ക് കിട്ടിയിരിക്കണമെന്ന് ശാലിനി റസാഖിനോട് അറിയിക്കുമ്പോൾ, ഉടൻ തന്നെ താൻ ഇതിനുള്ള അന്വേഷണത്തിന്റെ വേഗത കൂട്ടാമെന്നും, ഉടനെ തന്നെ ഇതിന് വ്യക്തമായ ഒരു മറുപടി താൻ നൽകാമെന്ന് റസാഖ് അറിയിച്ചു. എനിക്ക് 2 ദിവസത്തിനുള്ളിൽ ഇതിന് കൃത്യമായിട്ടുള്ള മറുപടി കിട്ടിയിരിക്കണമെന്ന് ശാലിനി റസാഖിനോട് അറിയിക്കുകയും താൻ അങ്ങനെ തന്നെ ചെയ്യാമെന്ന് റസാഖ് ശാലിനിക്ക് ഉറപ്പ് നൽകി. അതിനുശേഷമാണ് ശാലിനി റസാഖുമായി സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവിടേക്ക് ശിവനും കമലിനും കൂടി വന്നെത്തുന്നത്. ബൈക്കിൽ അവർ വന്നിറങ്ങുന്നത് കണ്ടതും റസാഖ് ശാലിനിയോട്, എന്നാൽ ഞങ്ങള് താൻ ഇറങ്ങട്ടെ എന്നും ഉടനെ തന്നെ മേഡത്തെ വിവരം അറിയിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് റസാഖ് അവിടെ നിന്ന് മടങ്ങുന്നു. റസാഖും ടീമും പോയി കഴിയുമ്പോഴേക്കും അരികിലേക്ക് എത്തിയ ശിവൻ ശാലിനിയോട് ചോദിച്ചു, എന്തുപറ്റി ശാലിനി ഇവിടെ നിൽക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ, ഞാൻ റസാഖിനോട് ശാരിക ചേച്ചിയുടെയും കുഞ്ഞിന്റെയും കാര്യത്തിലുള്ള അന്വേഷണത്തിന്റെ പുരോഗതി എന്താണെന്ന് ചോദിക്കുകയായിരുന്നു. ഇനി ഇങ്ങനെ മന്ദഗതിയിൽ പോകാൻ പാടില്ല എന്നും, എത്രയും വേഗം തനിക്കൊരു ഉത്തരം കണ്ടെത്തി തരണമെന്നുമായിരുന്നു ഞാൻ അറിയിച്ചതെന്നും, തന്റെ ചേച്ചിയെയും കുഞ്ഞിനെയും കണ്ടെത്തണമെന്ന് റസാഖിനോട് പറയുകയായിരുന്നുവെന്ന് ശാലിനി അറിയിച്ചപ്പോൾ, അത് കേട്ട ശിവൻ പറഞ്ഞു, ശാലിനി, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചത് കൊണ്ട് ഞാൻ പറയുകയാണ്. എനിക്ക് മുൻപേ അവനെ അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. റസാഖ് അവനൊരു സാമട്ടിലാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ അവൻ ഇച്ചിരി ഹാർഡ് വർക്ക് ചെയ്യാൻ കുറച്ച് മടിയുള്ള കൂട്ടത്തിലുമാണ്. അതുകൊണ്ട് അവനെ എപ്പോഴും എപ്പോഴും ഇങ്ങനെ ഒന്ന് ഫയർ ചെയ്ത് ഒന്ന് ചൂട് പിടിപ്പിച്ച് നിർത്തണം. എന്നാൽ മാത്രമേ അവൻ വേഗത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയുള്ളൂ എന്ന് ശാലിനിയോട് ശിവൻ അറിയിച്ചു. പിന്നെ എൻ്റെ സംശയം എന്തെന്ന് വെച്ചാൽ, ആ രാജീവിന്റെ അമ്മയും അമ്മാവനെയും പിടിച്ച് ശരിക്കൊന്ന് കുടയുകയാണെങ്കിൽ സത്യം അവർ പറയുമെന്നുള്ളതാണ്. അവരായിരിക്കും ഇതിന് പിന്നിലെന്നാണ് എന്റെ ബലമായ സംശയമെന്ന് ശിവൻ അറിയിച്ചു. പിന്നെ സത്യാമ്മ ശാലിനിക്കെതിരെ നീങ്ങാനുള്ള സാധ്യത ഏറെയാണ്. ശാലിനിക്കെതിരെ എന്തെങ്കിലും പരാതിയുമായി മുന്നോട്ട് പോകുമോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. കാരണം ആ രീതിയിലുള്ള ഒരു സംസാരം സത്യാമ്മയുടെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ ദിവസം ഞാൻ വീട് ചെന്നപ്പോൾ ആ രീതിയിലൊരു സംസാരം സത്യാമ്മയുടെ ഭാഗത്തു നിന്നുണ്ടായി. അതുകൊണ്ട് ഏത് വിധേനയും സത്യാമ്മ പ്രതികരിച്ചാൽ അതിനെ നേരിടാനുള്ള ധൈര്യവും മനക്കരുത്തും ആർജിച്ചെടുക്കണം. കാരണം നമുക്ക് ചുറ്റും നമ്മളെ കുറ്റപ്പെടുത്താനും തള്ളി പറയാനും ഒറ്റപ്പെടുത്താനുമായിട്ട് ധാരാളം ആളുകളുള്ളപ്പോൾ നമ്മൾ അതിനു വേണ്ടിയുള്ള മനക്കരുത്ത് കൂടി നേടിയെടുക്കുന്നത് നല്ലതായിരിക്കുമെന്ന് ശിവൻ ശാലിനിയോട് അറിയിച്ചു. എല്ലാം കേട്ടതും ശാലിനി ഒന്നും മിണ്ടാതെ അങ്ങനെ നിൽക്കുമ്പോഴേക്കും ശിവൻ പറഞ്ഞു, കുട്ടികള് അവിടെ വീട്ടിൽ റെഡി ആയിട്ടിരിക്കുക. ഇതിനോടകം കുറെ തവണ വിളിച്ചു, അവർക്ക് പോകാൻ സമയമായല്ലോ, എന്നാ ഞാൻ ഇറങ്ങട്ടെ ശാലിനി എന്ന് പറഞ്ഞ് ശാലിനിയോട് യാത്ര പറഞ്ഞ് ശിവൻ കമലിനെയും കൂട്ടി വേഗം അവിടെ നിന്ന് ബൈക്കും എടുത്ത് പോകുമ്പോൾ ശാലിനി ആലോചിച്ചു, ശിവന് എന്നെക്കാളും കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ വല്ലാത്ത കെയറിംഗ് ആണ്. എന്നെക്കാളും ശ്രദ്ധ കുട്ടികളുടെ കാര്യത്തിൽ ശിവനാണുള്ളത് എന്ന് ശാലിനി മനസ്സിൽ ചിന്തിക്കുന്നു. അതിനുശേഷമാണ് രാഘവൻ നായരുടെ കയ്യിൽ എണ്ണ ഇട്ട് കൊടുത്തുകൊണ്ട് തൈലമൊക്കെ തേച്ച് തടവി കൊടുത്തുകൊണ്ട് പിള്ളേ അങ്ങനെ ഇരിക്കുമ്പോഴേക്കും രാഘവൻ നായർ കുറച്ചുകൂടി ഒന്ന് അമർത്തി തിരുമടോ എന്ന് പറഞ്ഞു. അതെ, ഞാൻ അമർത്തി തിരുമ്മുമ്പോൾ പറയും എന്നെ കൊല്ലുകയാണോ എന്ന്, എന്നാൽ പതുക്കെ തിരുമ്പം പറയും അമർത്തി തിരുമാൻ. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന്
പിള്ള രാഘവൻ നായരോട് പരിഭവം പറയുമ്പോഴേക്കും രാഘവൻ നായർ പറഞ്ഞു, എടോ താനൊന്ന് മര്യാദയ്ക്കൊന്ന് തിരുമ്മി തന്നാ മതി. അങ്ങനെ പറഞ്ഞിരിക്കുമ്പോഴാണ് സത്യാമ്മ റെഡിയായി വാതിക്കലേക്ക് എത്തിയത്. പിള്ളേ താനൊന്ന് എൻ്റെ കൂടെ വന്നേ എന്ന് സത്യാമ്മ ആവശ്യപ്പെട്ടതും രാഘവൻ നായർ പറഞ്ഞു, അതെ പിള്ള ഇപ്പം എങ്ങോട്ടും വരുന്നില്ല. ഇവിടെ പിള്ള ഒരു ജോലി ചെയ്യുന്ന കണ്ടില്ലേ എന്ന് ചോദിച്ചതും, പിള്ള വേഗം എൻ്റെ കൂടെ ഒന്ന് വരാനാ ഞാൻ പറഞ്ഞത്, എനിക്കൊരു അത്യാവശ്യമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ രാഘവൻ നായർ ചോദിച്ചു, പിന്നെ അത്യാവശ്യം അല്ലാത്ത കാര്യമാണോ ഇപ്പൊ പിള്ള ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് സത്യാമ്മയോട് രാഘവൻ നായർ ദേഷ്യത്തോടെ അന്വേഷിച്ചു. ഉടനെ സത്യഭാമ പറഞ്ഞു, എന്റെ രാഘവേട്ട ഇപ്പൊ എനിക്ക് ഇതിന്റെ പേരിൽ തർക്കിക്കാൻ നേരമില്ല. പിള്ള താൻ വരുന്നുണ്ടോ, അതാ എനിക്ക് അറിയേണ്ടത് എന്ന് ചോദിച്ചതും ഉടനെ പിള്ള തന്റെ കയ്യിലുള്ള ആ തൈലമൊക്കെ തുടച്ചു കളയാൻ തുടങ്ങുമ്പോഴേക്കും രാഘവൻ നായർ പിള്ളയോട് ദേഷ്യപ്പെട്ടു, എടോ പിള്ളേ താൻ എന്റെ കാര്യം നോക്കാനാണ് വന്ന് നിൽക്കുന്നത്. എന്റെ കാര്യം കഴിഞ്ഞിട്ട് സമയമുണ്ടെങ്കിൽ ബാക്കിയുള്ളവരുടെ കാര്യങ്ങൾ നോക്കിയാൽ മതി. മര്യാദയ്ക്ക് താൻ ഇവിടെ ഇരുന്ന് എണ്ണ ഇടറോ എന്റെ കയ്യിൽ എന്ന് പറഞ്ഞ് രാഘവൻ നായർ ദേഷ്യപ്പെട്ടു. ഉടനെ സത്യാമ്മ പിള്ളയോട് പറഞ്ഞു, പിള്ളേ പിള്ളയോട് ഞാൻ ചോദിക്കുന്നത്, പിള്ളയ്ക്ക് ഇപ്പൊ എൻ്റെ കൂടെ വരാൻ പറ്റുമോ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ സത്യാമ്മ ഞാൻ എന്ന് പറഞ്ഞ് എന്ത് ചെയ്യണമെന്നറിയാതെ രാഘവൻ നായരുടെയും സത്യാമ്മയുടെ ഇടയിൽ കിടന്ന് പിള്ള ആകെ നട്ടം ചുറ്റി. അപ്പോഴേക്കും രാഘവൻ നായർ പറഞ്ഞു, അതെ എടോ താൻ ഇവിടെ നിൽക്കുന്നത് എൻ്റെ കാര്യങ്ങൾ നോക്കാനാ, മര്യാദയ്ക്ക് എൻ്റെ കാര്യങ്ങൾ തീർത്തിട്ട് സമയമുണ്ടെങ്കിൽ മറ്റുള്ളവരോടൊപ്പം പോയാൽ മതി എന്ന് പറഞ്ഞ് രാഘവൻ നായർ ദേഷ്യത്തോടെ അങ്ങനെ നിൽക്കുമ്പോഴേക്കും ഉടനെ സത്യഭാമ പറഞ്ഞു, അതെ എനിക്ക് എൻ്റെ പേരക്കുട്ടികളെ വേണം, അവരെ കിട്ടുന്നതിന് വേണ്ടി സ്റ്റേഷനിൽ ശാലിനിക്കെതിരെ ഒരു പരാതി കൊടുക്കാൻ പോകാനാണ് ഞാൻ പിള്ളയെ വിളിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ രാഘവൻ നായർ പറഞ്ഞു, ഓ അത് ശരി, അപ്പം ശാലിനിക്കെതിരെ പരാതി കൊടുക്കാനാ, കൊള്ളാം, നിനക്ക് തലയ്ക്ക് ഭ്രാന്താ, അല്ലാതെ എന്താ പറയുക എന്ന് പറഞ്ഞ് രാഘവൻ നായർ ദേഷ്യപ്പെട്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് മുറ്റത്തേക്ക് ഒരു ഓട്ടോ വന്നത്. ഓട്ടോയിൽ നിന്ന് ശ്യാമയും രോഹിത്തും കൂടി ഇറങ്ങുന്നത് കണ്ടതും സത്യഭാമ പറഞ്ഞു, ഓ പിള്ളേ ഇനി തന്റെ സഹായം ഒന്നും വേണ്ടോ, എനിക്ക് ദൈവമുണ്ട് കൂട്ട്, അല്ലെങ്കിൽ പിന്നെ ഈ കൃത്യസമയത്ത് അവരിവിടേക്ക് എത്തില്ലല്ലോ എന്ന് പറഞ്ഞ് രോഹിത്ത് വന്ന ഓട്ടോ പറഞ്ഞയക്കാൻ തുടങ്ങുമ്പോഴേക്കും സത്യമ്മ വിളിച്ചു പറഞ്ഞു, രോഹിത്തെ വേണ്ട, ഓട്ടോയിട്ട് വെയിറ്റ് ചെയ്യാൻ പറ എന്ന് പറഞ്ഞ് സത്യമ്മ വേഗം തന്നെ അവരുടെ അരികിലേക്ക് പോകുന്നു. രോഹിത്ത് അപ്പോഴേക്കും ഓട്ടോക്കാരനോട് ഇപ്പോൾ പോകല്ലെന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ സത്യാമ്മ റെഡിയായിട്ട് വേഗം രോഹിത്തിനെ ശ്യാമയുടെ അരികിലേക്ക് ചെന്നു. എന്താ എവിടെ പോ സത്യാമ്മ എന്ന് ചോദിച്ചതും ഉടനെ സത്യഭാമ പറഞ്ഞു, അതെ എനിക്ക് എനിക്ക് സ്റ്റേഷൻ വരെ ഒന്ന് പോകണം എന്ന് പറഞ്ഞപ്പോഴേക്കും രാഘവൻ നായർ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, അതെ അവൾക്ക് ഭ്രാന്ത, അവള് പരാതി കൊടുക്കാൻ പോവുക, ജീവനോടെ മുന്നിൽ നിൽക്കുന്നവനെ കൊന്നു എന്ന് പറഞ്ഞ് രാഘവൻ നായർ സത്യഭാമയെ കുറിച്ച് രോഹിത്തിനോട് പറയുമ്പം സംശയത്തോടെ രോഹിത്ത് നോക്കി. ഉടനെ സത്യഭാമ പറഞ്ഞു, എൻ്റെ മോനെ ഇല്ലാതാക്കിയതിന് എനിക്ക് ശാലിനിക്കെതിരെ പരാതി കൊടുക്കണം, എൻ്റെ പേരക്കുട്ടികളെ എനിക്ക് വിട്ടുകിട്ടുകയും വേണം, അതിനുവേണ്ടി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ പോവാ ഞാൻ എന്ന് സത്യാമ്മ പറയുമ്പോഴേക്കും രോഹിത്ത് എന്ത് പറയണമെന്നറിയാതെ ആകെ വിഷമത്തിലായി. ആകെ ധർമ്മസങ്കടത്തിൽ അങ്ങനെ രോഹിത്ത് നിൽക്കുമ്പോഴേക്കും ഉടനെ രാഘവൻ നായർ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, അതെ ഇവൾക്ക് തലയ്ക്ക് ഭ്രാന്ത, അല്ലെ പിന്നെ ഇങ്ങനെയുള്ള വട്ടത്തിലേക്ക് ഇവളും കാണിക്കുവോ എന്ന് രോഹിത്തിനോട് രാഘവൻ നായർ വിളിച്ചു പറഞ്ഞു. ഉടനെ സത്യഭാമ രോഹിത്തിനോട് പറഞ്ഞു, രോഹിത്തെ നീ എൻ്റെ കൂടെ വരുന്നുണ്ടോ, എനിക്ക് ഇന്ന് അവൾക്കെതിരെ പരാതി കൊടുത്തേ പറ്റൂ, എനിക്ക് എൻ്റെ പേരക്കുട്ടികളെ വേണം, അവരെയെങ്കിലും എനിക്ക് ജീവനോടെ വേണം എന്ന് പറഞ്ഞ് സത്യാമ്മ ബഹളവെച്ചു. അതെ രോഹിത്തെ നീ ഇങ്ങ് വന്നേ, വണ്ടിയിൽ കയറ് എന്ന് പറഞ്ഞതും ശ്യാമ പറഞ്ഞു, അല്ലെങ്കിലും കുഞ്ഞേച്ചിയുടെ അഹങ്കാരത്തിന് ഒരു തിരിച്ചടി കൊടുത്തേ പറ്റൂ, കുഞ്ഞേച്ചി കുറച്ച് നാളായി ഇത്തിരി അഹങ്കാരം കൂടുതലാണ് എന്ന് അമ്മയോട് ശ്യാമ വിളിച്ചു പറയുമ്പോഴേക്കും അത് കേട്ട് നിന്ന രാഘവൻ നായർ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, ഫസ്റ്റ് കൊള്ളാം, ഇതിപ്പോ വന്നതും കൊള്ളാം നിന്നതും കൊള്ളാം എന്ന് പറഞ്ഞ് രാഘവൻ നായർ ചിരിച്ചു. ഉടനെ നീ വന്നേടാ രോഹിത്തെ എന്ന് പറഞ്ഞ് സത്യാമ്മ ഓട്ടോയിലേക്ക് രോഹിത്തിനോട് വന്ന് കയറാനായി നിർബന്ധിച്ചു. രോഹിത്ത് മനസ്സോടെ ഓട്ടോയിലേക്ക് ചെന്ന് കയറുമ്പോഴേക്കും സത്യാമ്മയും ഓട്ടോയിലേക്ക് കയറി. ശ്യാമയും തൊട്ടു പിന്നാലെ ഓട്ടോയിലേക്ക് കയറാനായിട്ട് സത്യാമ്മയെ എന്ന് വിളിച്ച് അരികിലേക്ക് കയറിയിരിക്കാൻ തുടങ്ങുമ്പോഴേക്കും സത്യാമ്മ പറഞ്ഞു, അല്ല ശ്യാമ നീ എങ്ങോട്ടാ എന്ന് ചോദിച്ചതും, അല്ല സ്റ്റേഷനിലേക്ക് പരാതി കൊടുക്കണ്ടേ എന്ന് ചോദിച്ചതും, വേണ്ട ഞങ്ങൾ രണ്ടുപേരും പൊക്കോളാം, നീ ഇവിടുത്തെ കാര്യം നോക്കി ഇവിടെ നിന്നാൽ മതി എന്ന് പറഞ്ഞ് ശ്യാമയോട് അവിടെ നിന്നോളാനായി പറഞ്ഞ് സത്യാമ്മ രോഹിത്തിനെ കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോഴേക്കും ശ്യാമ മനസ്സിൽ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് പറഞ്ഞു, കുഞ്ഞേച്ചി ഇവിടുന്ന് ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട്, ഞങ്ങൾ യുദ്ധം തുടങ്ങുക, ഇനി പിടിച്ചു നിൽക്കാൻ പറ്റുന്ന സർവ്വ ആയുധങ്ങളും തയ്യാറാക്കി നിന്നോ, ഇനി ഇവിടെ നിന്ന് പടപ്പുറപ്പാടുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് സത്യാമ്മ, മുൻപന്തിയിൽ നിന്ന് നിങ്ങളോട് പോരാടാൻ പോകുന്നത് സത്യാമ്മയാണ് എന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് നേരെ സിറ്റൗട്ടിലേക്ക് കയറിയതും രാഘവൻ നായർ ശ്യാമയോട് പറഞ്ഞു, ഒന്ന് നിന്നേ, നീ പുറകെ ഒരു ഓട്ടോ വിളിച്ചു പോ, ഇല്ലെങ്കിലേ ഓടിച്ചെല്ല് സ്റ്റേഷനിലേക്ക്, കൂട്ടിന് ചെല്ലണ്ടേ എന്ന് ചോദിച്ചതും ഒന്നും മിണ്ടാതെ ശ്യാമ വേഗം തന്റെ ബാഗും എടുത്ത് നേരെ മുറിയിലേക്ക് പോകുമ്പോഴേക്കും രാഘവൻ നായർ ആകെ വിഷമത്തോടെ ആലോചിച്ചു, ദൈവമേ എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്, ഇനി എന്തൊക്കെ കാണണം, മരുമകൾക്കെതിരെ പരാതി കൊടുക്കാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുക അമ്മായിയമ്മ, ഓ എൻ്റെ ഈശ്വരന്മാരെ ഞാൻ എന്തൊക്കെ കാഴ്ചയാണ് ഇനി കാണേണ്ടത് എന്ന് രാഘവൻ നായർ ആകെ വിഷമത്തോടെ ഈശ്വരനോട് പരാതി പറഞ്ഞുകൊണ്ട് നിന്നു. അപ്പോഴാണ് കുട്ടികളെ സ്കൂളിൽ അയക്കുന്നതിന് വേണ്ടി റെഡിയായി നിൽക്കുകയായിരുന്നു ശിവൻ. കുട്ടികള്
വരുന്നതും കാത്ത് ശിവൻ അങ്ങനെ നിൽക്കുമ്പോഴേക്കും പപ്പിമോൾ ആദ്യം മുന്നിലേക്ക് എത്തി. അല്ല സത്യമോള് വന്നില്ലേ എന്ന് ചോദിച്ചിട്ടും സത്യയെ മുടി കെട്ടുവാ. ആദ്യം കെട്ടിയതായിരുന്നു, അത് അഴിച്ചിട്ട് വീണ്ടും കെട്ടുവാ. ആദ്യം അമ്മ കെട്ടിക്കൊടുത്തതേ ആൾക്കങ്ങ് ഇഷ്ടപ്പെട്ടില്ല, സ്റ്റൈല് പോരെന്ന്. അതാ എന്ന് പറഞ്ഞ് രണ്ടുപേ ശിവനോട് പപ്പി അങ്ങനെ സംസാരിച്ച് നിൽക്കുമ്പോഴേക്കും ശാലിനിയും സത്യമോളും കൂടി പിന്നാലെ എത്തി. ആ അതെ, സമയം ഒത്തിരി ആവുന്നു, വേഗം പോകാൻ നോക്ക് എന്ന് പറഞ്ഞത് ഉടനെ പപ്പിയും സത്യയും പറഞ്ഞു, പിന്നെ ഞങ്ങൾ ഇനി വൈകത്തൊന്നുമില്ല. എത്ര വൈകിയെന്ന് പറഞ്ഞാലും ബെല്ലടിക്കുന്നതിന് മുമ്പ് തന്നെ ശിവനങ്ങൾ ഞങ്ങളെ അവിടെ എത്തിക്കും. ആ ശിവനങ്ങൾ പറക്കും ഞങ്ങളെയും കൊണ്ട് എന്ന് പറഞ്ഞതും പിന്നെ വഴിയിലെ വല്ല ബ്ലോക്കും ഉണ്ടായാൽ എന്ത് ചെയ്യും? ബ്ലോക്കോ ഞങ്ങൾക്കോ എന്ന് പറഞ്ഞ് കുട്ടികൾ ചിരിച്ചു. ഉടനെ ശാലിനി പറഞ്ഞു, ശിവ, ഇവരെ അങ്ങനെ അങ്ങ് തലയിൽ കയറ്റണ്ട കേട്ടോ, രണ്ടെണ്ണം ഒട്ടും അനുസരണയില്ലാത്തവങ്ങളാ എന്ന് പറഞ്ഞപ്പോഴേക്കും ശിവൻ പറഞ്ഞു, ഏയ് അങ്ങനെയൊന്നും ഇല്ല എൻ്റെ ശാലിനി, ഇവരെൻ്റെ ഫ്രണ്ട്സാ, എൻ്റെ കൂട്ടുകാര് എന്ന് പറഞ്ഞ് ചിരിക്കുമ്പോഴേക്കും ശാലിനിയോട് സത്യയും പപ്പിയും പറഞ്ഞു, അതെ അമ്മേ, ഞങ്ങൾക്ക് ശിവനങ്ങളുടെ കൂടെ പോകുന്നതാ ഇഷ്ടം. അങ്കിളിൻ്റെ കൂടെ പോയാൽ വേഗം ഞങ്ങൾ അവിടെ എത്തുകയും ചെയ്യും എന്ന് പറഞ്ഞ് അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അവിടേക്ക് ഒരു കാറ് വന്ന് നിൽക്കുന്നത് കണ്ടത്. സ്വാമിയും നിർമ്മലയും കൂടി കാറിൽ നിന്ന് ഇറങ്ങിയത് കണ്ടതോടെ ശിവൻ ആകെ സംശയത്തോടെ നോക്കിയിരുന്നു. അപ്പോഴേക്കും ചന്ദ്ര വണ്ടി വന്ന ശബ്ദം കേട്ട് അമ്മയെ വരുന്നെന്ന് കണ്ടതും വേഗം അരികിലേക്ക് ഓടിച്ചെന്ന് നിർമ്മലയെ കെട്ടിപ്പിടിച്ച് കരയുന്നു. ഉടനെ അരികിൽ വന്ന് നിൽക്കുന്ന നിർമ്മല ശിവനോട് പറഞ്ഞു, എടാ, നീ ഇവിടെ ഇങ്ങനെ കുട്ടികളെ സ്കൂളിലാക്കിയും മറ്റുമായിട്ട് കുടുംബത്തെ കാര്യങ്ങൾ നോക്കി നടന്നു. അവിടെ ഒരു മനുഷ്യൻ മരണത്തോട് മല്ലടിച്ച് തളർന്ന് അവശനായി കിടക്കുക എന്ന് പറഞ്ഞത് എന്താ 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 സ്വാമി പറ്റിയത്? അച്ഛനെന്താ പറ്റിയത് എന്ന് ചോദിച്ചതും ഉടനെ സ്വാമി പറഞ്ഞു, അതെ ശിവൻകുഞ്ഞെ, സാറാകെ തകർന്നു നിൽക്കുകയാ. ശിവൻകുഞ്ഞൊന്ന് സാറിൻ്റെ അടുത്ത് വന്ന് ഒന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കണം, എന്നാലേ ഉള്ളൂ സാറിന് ഇത് ഒരു തിരിച്ചുവരവുണ്ടാവും. ഇല്ലെങ്കിൽ ആ കിടന്ന കിടപ്പിൽ അങ്ങ് തളർന്നു കിടന്നു പോകും എന്ന് ശിവനോട് സ്വാമി അറിയിച്ചു. ഇതെല്ലാം കേട്ട് കഴിഞ്ഞതും നിർമ്മല പറഞ്ഞു, നീ ഒറ്റ ഒരുത്തനാ ആ പാവ മനുഷ്യനെ ഈ അവസ്ഥയിലാക്കിയത്. ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ ആ പാവത്തെ ക്രൂശിച്ചിട്ടല്ലേ എന്ന് പറഞ്ഞപ്പോഴേക്കും ഉടനെ ശിവൻ പറഞ്ഞു, അതെ, സ്റ്റേഷനിൽ കീഴടങ്ങിയ ആ ചാച്ചപ്പൻ പറഞ്ഞത് അച്ഛൻ പറഞ്ഞിട്ടാ ഇതെല്ലാം ചെയ്തതെന്നാ എന്ന് പറഞ്ഞതും നിർമ്മല പറഞ്ഞു, എടാ അതെ, മഹിയേട്ടനല്ല അങ്ങനെ പറഞ്ഞതെന്നും മഹിയേട്ടൻ പറഞ്ഞിട്ടല്ല അവൻ അത് ചെയ്തത് എന്നും എന്നോട് ആണയിട്ട് പറഞ്ഞു. ആ പാവം ഈ അവസ്ഥയിലും ആ പാവത്തിന്റെ മനസ്സ് മുഴുവൻ നീറിക്കൊണ്ടിരിക്കുന്നതും നിങ്ങൾ രണ്ടുപേരും അത് വിശ്വസിച്ചിരിക്കുകയാണ് എന്ന ആ സങ്കടം കൊണ്ടാ. എടാ, ഇനിയെങ്കിലും നീ ആ പാവം മനുഷ്യന്റെ അടുക്കിലേക്ക് വന്നില്ലെങ്കിൽ അവ പാവം നീറി നീറി ഇല്ലാതാകും. ഉടനെ സ്വാമി പറഞ്ഞു, ശിവൻകുഞ്ഞിന് സമയമുണ്ടെങ്കിൽ ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഇതില് എന്തോ ചതി നടന്നിട്ടുണ്ട്. എനിക്ക് ചില സംശയം മനസ്സിൽ തോന്നിയതാ. ഞാനത് മഹേന്ദ്ര സാറിനോട് പറഞ്ഞിട്ടില്ല, പക്ഷെ ശിവൻകുഞ്ഞിനോട് പറയുകയാ ഞാൻ എന്ന് പറഞ്ഞതും ശിവൻ ചോദിച്ചു, എന്ത് ചതി? എന്താ സ്വാമി കാര്യം പറ. അതെ, നമ്മുടെ ഡ്രൈവർ ചാച്ചപ്പനെ കൊണ്ട് അങ്ങനെ ഒരു കള്ളം പറയിപ്പിച്ചത് ആ പ്ലാമൂട്ടിലെ ആന്റണിയാണോ എന്ന് സംശയമുണ്ട്. അത് കേട്ടതും ശിവൻ ചോദിച്ചു, അതെന്താ സ്വാമി അങ്ങനെ പറയാൻ കാരണം? അത് പിന്നെ ചാച്ചപ്പനും ആന്റണിയും കൂടി സംസാരിച്ച് നിൽക്കുന്നത് നമ്മുടെ പരിചയത്തിലുള്ള ഒരാള് നേരത്തെ കണ്ടിരുന്നു. അപ്പോൾ മുതൽ എനിക്കിങ്ങനെ ഒരു സംശയം തോന്നിയതാ. പിന്നെ അത് സാറിനോട് ഞാൻ പറഞ്ഞില്ല. പറഞ്ഞിരുന്നെങ്കിൽ ആ നിമിഷം അവനെ ചെന്ന് കൊന്ന് സാർ ഇപ്പൊ ജയിലിൽ പോകുമായിരുന്നു. അതുകൊണ്ടാ ഞാനത് പറയാത്തത് എന്ന് മഹേന്ദ്രനെതിരെ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചതിന് പിന്നിൽ ആന്റണിയുടെ ബുദ്ധിയാണെന്നുള്ള കാര്യം സ്വാമി അറിയിച്ചു. ഇതെല്ലാം കേട്ടതോടെ അങ്ങനെയാണെങ്കിൽ അത് അവനോട് തന്നെ ഒന്ന് നേരിട്ട് ചോദിക്കണല്ലോ എന്ന് ശിവൻ പറഞ്ഞു. ഉടനെ അടുത്ത് നിന്ന് ശാലിനി പറഞ്ഞു, ശിവനൊരു കാര്യം ശിവൻ ഇപ്പം അച്ഛൻ്റെ അടുത്താണ് നിൽക്കേണ്ടത്. ഞാൻ കുട്ടികളെ സ്കൂളിലാക്കിക്കോളാം. ശിവൻ അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ല്. അച്ഛന് ഇപ്പൊ ശിവന്റെ സാന്നിധ്യം ആവശ്യമാണ് എന്ന് പറഞ്ഞതും ശരി എന്ന് പറഞ്ഞ് കുട്ടികളെ നോക്കിയിട്ട് മക്കൾ ഇന്ന് അമ്മയോടൊപ്പം പോകട്ടോ എന്ന് ശിവൻ അറിയിച്ചു. അപ്പോഴേക്കും കുട്ടികൾ സങ്കടപ്പെട്ടു. അയ്യോ, ഞങ്ങൾ അങ്കിളിന്റെ കൂടെ വരുന്നുള്ളൂ എന്ന് പറഞ്ഞതും അങ്കിളിന് ഇന്ന് അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ടല്ലേ മക്കളെ എന്ന് പറഞ്ഞ് അമ്മേ വാ നമുക്ക് ഇറങ്ങാം എന്ന് പറഞ്ഞ് ശിവൻ നിർമ്മലയെ വിളിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. പെട്ടെന്ന് അരികിൽ നിന്ന് ചന്ദ്രയെ നോക്കിയിട്ട് ശിവൻ പറഞ്ഞു, കാര്യങ്ങൾ എങ്ങനെയാണെങ്കിൽ നീയും കൂടെ വന്നേ പറ്റൂ, വാ എന്ന് പറഞ്ഞ് ശിവൻ ചന്ദ്രയോട് കൂടി വരാൻ അറിയിച്ചു. നിർമ്മല ചന്ദ്രയും വിളിച്ചുകൊണ്ട് പോകാൻ തുടങ്ങുമ്പോഴേക്കും ചന്ദ്ര ആകെ വിഷമത്തോടെ ശാലിനി ഒന്ന് നോക്കി. കൂടെ ചെല്ലാനായിട്ട് ശാലിനിയും അനുമതി നൽകിയതോടെ ചന്ദ്ര ആകെ സങ്കടത്തോടെ നേരെ ആ കാറിലേക്ക് ചെന്ന് കയറി. ശിവനും ചന്ദ്രയും കൂടി നിർമ്മലയോടൊപ്പം നേരെ മാണിക്കോത്തേക്ക് പുറപ്പെടുന്നു. ഈ സമയത്ത് ശാലിനി കുട്ടികളോട് പറഞ്ഞു, മക്കളെ, നിങ്ങൾ രണ്ടുപേരും വേഗം റെഡിയായിക്കേ, നമുക്ക് പോകാം എന്ന് പറഞ്ഞതും കുട്ടികൾ പറഞ്ഞു, അയ്യോ, അമ്മയുടെ കൂടെ വന്നാലേ ശരിയാവില്ല, ഞങ്ങൾ അങ്കിളിൻ്റെ കൂടെ പോയിക്കോളായിരുന്നു, ഇന്നത്തെ ദിവസം മൊത്തമേ പോയി എന്ന് സത്യസങ്കടം പറയുമ്പോഴേക്കും, അതെന്താ ശിവൻ ഈയിടെയല്ലേ ഇങ്ങോട്ട് വന്നത്, അതിനു മുമ്പ് പിന്നെ നിങ്ങൾ ആരോടെയാണ് വന്നുകൊണ്ടിരുന്നത് എന്ന് ചോദിച്ചപ്പോഴേക്കും കുട്ടികൾ പറഞ്ഞു, അതെ, അമ്മയുടെ കൂടെ വന്നാലേ അമ്മ ഫുൾ ടൈം സീരിയസാ എന്നതായിരുന്നു കുട്ടികളുടെ പരാതി.
അത് കേട്ടതും ശാലിനി ആകെ വിഷമത്തോടെ ആലോചിച്ചിട്ട് പറഞ്ഞു, മക്കളെ അമ്മയുടെ ജീവിത സാഹചര്യം അങ്ങനെ ആയതുകൊണ്ടാ എന്ന് ശാലിനി വിഷമത്തോടെ മനസ്സിലങ്ങനെ പറയുന്നു. അതിനുശേഷം സത്യഭാമയും രോഹിത്തും കൂടി നേരെ സ്റ്റേഷനിലേക്ക് വന്നെത്തി. പുറത്തു നിന്നിരുന്ന SI എന്തിനാ വന്നതെന്ന് ചോദിച്ചപ്പോൾ CSRന്റെ മുന്നിൽ നേരിട്ടൊരു പരാതി കൊടുക്കാനാണ് വന്നതെന്ന് സത്യഭാമ പറഞ്ഞതും, ഞാൻ സാറിനോടൊന്ന് ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് SI വേഗം അകത്തേക്ക് ചെന്ന് കാര്യം അന്വേഷിക്കാൻ പോകുമ്പോഴേക്കും രോഹിത്ത് സത്യാമ്മയോട് ചോദിച്ചു, സത്യാമ്മേ ഇത് വേണോ? അപ്പോഴേക്കും സത്യഭാമ പറഞ്ഞു, വേണം. എടാ, എനിക്ക് എൻ്റെ മോൻ അത്രയ്ക്ക് ജീവനായിരുന്നു. നിനക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. നിന്നെ സ്വന്തം അനുജനെ പോലെ അല്ലടാ അവൻ സ്നേഹിച്ചത് എന്ന് ചോദിച്ചതും, അത് പിന്നെ സത്യാമ്മ ഞാൻ എന്ന് പറഞ്ഞ് രോഹിത്ത് തൻ്റെ ഇപ്പോഴത്തെ സത്യാവസ്ഥ എന്താണെന്ന് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമ്പോഴേക്കും സത്യാമ്മ അതിന് ചെവിക്കൊള്ളാതെ വേഗം അകത്തേക്ക് കയറി ചെല്ലുന്നു. CSR വിളിക്കുന്നു എന്ന് പറഞ്ഞത് SI പറഞ്ഞതും വേഗം തന്നെ സത്യാമ്മയും രോഹിത്തും കൂടി CI റസാക്കിന് മുന്നിലേക്ക് എത്തി. റസാക്ക് ഇരുവരോട് ഇരിക്കാൻ പറഞ്ഞതും സത്യഭാമ പറഞ്ഞു, എൻ്റെ മകൻ വിഷ്ണുവിനെ കൊന്നതാ. എൻ്റെ മകൻ വിഷ്ണുവിനെ അവൻ്റെ ഭാര്യയായ കളക്ടറായ ശാലിനി കൊല ചെയ്തതാ എന്ന് പറഞ്ഞപ്പോൾ റസാക്ക് പറഞ്ഞു, അത് പിന്നെ അതിൻ്റെ സത്യാവസ്ഥ അങ്ങനെയല്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴേക്കും, അതെ, എൻ്റെ മോനെ അവൾ ഇല്ലാതാക്കിയതാ, അതിനുള്ള തെളിവുണ്ട് എന്ന് പറഞ്ഞതും ഉടനെ റസാക്ക് പറഞ്ഞു, മേഡം, കളക്ടർ മേഡത്തെയും വിഷ്ണുവിനെയും സംബന്ധിച്ച ചില കേസുകളിൽ ഞാൻ കൂടി ഇൻവോൾവ്ഡ് ആയതുകൊണ്ട് തന്നെ എനിക്ക് വ്യക്തമായി അറിയാവുന്നത് കൊണ്ട് പറയാം. ഇത് ഒരാളുടെ മേലിങ്ങനെ ആരോപണം ഉയർത്തുമ്പോൾ അതിന് വ്യക്തമായ തെളിവുകൾ വേണം. അത് കാര്യങ്ങൾ സംഭവിച്ചതും ഇങ്ങനെയൊന്നും ആയിരുന്നില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും സത്യഭാമ പറഞ്ഞു, എൻ്റെ കയ്യിൽ തെളിവുകളുണ്ട് സർ. കാരണം അവള് എൻ്റെ മോനെ ഇല്ലാതാക്കിയിട്ട് അവൻ്റെ പേരിലുണ്ടായിരുന്ന ഇൻഷുറൻസ് തുക 30 ലക്ഷം രൂപ അവൾ അവളുടെ സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റുകയുണ്ടായി. ഇത് മതിയായ തെളിവല്ലേ സാർ? എൻ്റെ മോനെ ഇല്ലാതാക്കാനായിട്ട് അവൾ 30 ലക്ഷം രൂപയ്ക്ക് വേണ്ടി എൻ്റെ മോനെ ഇല്ലാതാക്കിയതല്ലേ എന്ന് പറഞ്ഞപ്പോഴേക്കും റസാഖ് പറഞ്ഞു, മേഡം, ഈ പറയുന്ന ആരോപണത്തിൻ്റെ മേൽ ഒരാളെ അറസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. മതിയായ തെളിവുകൾ ഞങ്ങളുടെ പക്കൽ ഉണ്ടാവണം. പിന്നെ ഇങ്ങനെ ഒരു വിഡ്ഢിത്തം പറയരുത്. കാരണം 30 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ കളക്ടറായിട്ടുള്ള ശാലിനി മേഡത്തിനെ സംബന്ധിച്ച് 30 ലക്ഷം രൂപ അത് അത്ര വലിയ തുകയൊന്നും അല്ല. പിന്നെ ഇപ്പോൾ നടന്ന സംഭവങ്ങളുടെ നിജസ്ഥിതിയും ഇതൊന്നും ആയിരുന്നില്ല എന്ന് റസാക്ക് പറയാൻ തുടങ്ങുമ്പോഴേക്കും ഉടനെ സത്യഭാമ പറഞ്ഞു, അതെ, സാറ് കൂടുതൽ പറയേണ്ടതില്ല. പക്ഷേ ഒരു കാര്യം എനിക്ക് ഉറപ്പാം, ഇനി 30 ലക്ഷം രൂപ അവൾക്ക് അത്ര വലിയ തുകയൊന്നും അല്ലെങ്കിൽ പോലും എൻ്റെ മോൻ്റെ മരണത്തിന് ശേഷം ഈ 30 ലക്ഷം രൂപ എന്ന് പറയുന്നത് ഒരു ബോണസ് ആണെങ്കിലോ, അങ്ങനെയാണെങ്കിൽ ഏതൊരു പെണ്ണാ സാറേ അങ്ങനെ ചിന്തിക്കാതിരിക്കുക? എന്തായാലും അവൾ എൻ്റെ മോൻ്റെ മരണം അവൾ എന്നോട് അക്കാര്യം മറച്ചു വെച്ചു. അവൻ്റെ ഈ ഇൻഷുറൻസ് തുക പോലും അവൾ അവളുടെ അക്കൗണ്ടിലേക്ക് മാറ്റി. ഇതിൽ കൂടുതൽ എന്ത് തെളിവാ സാർ വേണ്ടത് എന്ന് സത്യഭാമ റസാഖിനോട് പറഞ്ഞു. അങ്ങനെയുള്ള ഒരു രാക്ഷസി ജന്മമായ അവളുടെ ഒപ്പം എൻ്റെ മകൻ്റെ മക്കൾ ജീവിക്കുന്നത് എനിക്ക് പേടിയാണ്. എൻ്റെ പേരക്കുട്ടികളുടെ ജീവന് ഇനി ഒരു പക്ഷേ ഇതുപോലെ എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാലോ? അതുകൊണ്ട് എത്രയും വേഗം അവളുടെ പിടിയിൽ നിന്ന് എൻ്റെ പേരക്കുട്ടികളെ എനിക്ക് രക്ഷിക്കണം. അതുകൊണ്ട് സാറ് ഇതിന് വേണ്ട നടപടി സ്വീകരിക്കണം. അവളെ അറസ്റ്റ് ചെയ്യണം എന്ന് സത്യഭാമ റസാഖിനോട് ആവശ്യപ്പെടുമ്പോൾ റസാഖ് പറഞ്ഞു, എൻ്റെ ഒരാളുടെ മേൽ ആരോപണം ഉണ്ടായി എന്ന് വെച്ച് പെട്ടെന്ന് പോലീസിന് അവരെ അറസ്റ്റ് ചെയ്യാനൊന്നും കഴിയില്ല. അതിന് മതിയായ തെളിവുകൾ ഞങ്ങളുടെ പക്കൽ ഉണ്ടാവണം. ഞങ്ങൾക്ക് അന്വേഷിച്ച് അത് ബോധ്യപ്പെടണം എന്ന് പറഞ്ഞപ്പോഴേക്കും സത്യഭാമ പറഞ്ഞു, എൻ്റെ മകൻ്റെ മരണം എന്നിൽ നിന്ന് മറച്ചു വെച്ചു. അവൻ്റെ പേരുണ്ടായിരുന്ന ഇൻഷുറൻസ് തുക അവൾ അവളുടെ അക്കൗണ്ടിലേക്ക് മാറ്റി. ഇതിൽ കൂടുതൽ എന്ത് തെളിവാ സാർ വേണ്ടത്? എൻ്റെ മോനെ അവൾ കൊല ചെയ്തതാണ് എന്നതിന് എന്ന് സത്യാമ്മ ചോദിക്കുമ്പോൾ ഈ ഒരു അവസ്ഥയിൽ എന്ത് ചെയ്യണമെന്നറിയാത്ത ആശയക്കുഴപ്പത്തിലായി റസാഖ്.